അങ്ങനത്തെ 21 ദിവസത്തിന് ശേഷം നമ്മുടെ സ്കാർസിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എനിക്ക് ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ചോദിക്കേണ്ട എങ്ങനെയുണ്ട് മാറ്റമുണ്ടോ ചോദിച്ചിട്ട് ഇന്നാണ് ഞാൻ സ്കാർസിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് PRF വിത്ത് മൈക്രോ നീഡിങ്ങിന്റെ ഫസ്റ്റ് സെഷൻ ആണ്. അങ്ങനെ നമ്മുടെ ബുക്കിംഗ് ടൈം ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇന്നത്തെ ട്രീറ്റ്മെന്റ് നല്ല പേടിയുള്ള കാര്യമാണ്. ബിക്കോസ് എനിക്ക് തീരെ പെയിൻ സഹിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ ഡോക്ടർ നമ്മൾ കംഫർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ സ്കാർസിന്റെ ഡീപ്പ് എത്രത്തോളം ഉണ്ട് നോക്കാട്ടോ. ആൻഡ് നമ്മൾ ഫേസ് അനലൈസർ യൂസ് ചെയ്തിട്ട് ഫേസ് മൊത്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണം. ഇതിൽ സ്കാൻ ചെയ്തപ്പോൾ സ്കിന്നിനെ പറ്റി എനിക്ക് എല്ലാം അറിയാൻ പറ്റി. സെൻസിറ്റിവിറ്റി, ഓയിൽനെസ്, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ പെയിൻ അറിയാതെക്കാനും അതുപോലെ തന്നെ ജസ്റ്റ് തരിപ്പിക്കാൻ വേണ്ടി നബി ക്രീം 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കാണുമ്പോൾ ഇച്ചിരി പെയിൻഫുൾ പ്രോസസ് ആണെങ്കിലും വലിയ പെയിൻ ഒന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന പെയിനുള്ളൂ. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് നല്ല പെയിനുള്ള പ്രോസസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര പെയിൻ ഒന്നും തോന്നിയില്ല കേട്ടോ. എന്റെ സ്കാർസ് എല്ലാം നല്ല ഡീപ്പായി ഉണ്ടായതുകൊണ്ട് 6 സിറ്റിംഗിലും വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടോ ജസ്റ്റ് റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. അത് അധികം സൺലൈറ്റ് ഒന്നും കൊള്ളരുത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 21 ഡേയ്സ് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത പ്രൊസീജിയർ വരുന്നത്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്തിട്ടോളും, മറക്കണ്ട. ഇനി അടുത്ത 21 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ബൈ.